മക്കളെ, നമ്മളെ ട്രാൻസ്ഫോമറുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം നമുക്ക് ഉറപ്പാണ്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് പഠിക്കാം. ഇതൊരു ട്രാൻസ്ഫോമർ ആണ്, ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഇത് എങ്ങനെയാണ് ഒരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയത്? കാരണം ഇത് ഇൻപുട്ടാണ്, ഇത് ഔട്ട്പുട്ടാണ്. അല്ലെങ്കിൽ ഇത് പ്രൈമറി ആണ്, ഇത് സെക്കൻഡറി ആണ്. അപ്പോൾ പ്രൈമറിയിലെ ടേൺസ് വളരെ കുറവാണ്, അപ്പൊ NP എന്ന് പറഞ്ഞാൽ കുറവാണ്. പക്ഷെ സെക്കൻഡറിയിലെ ടേൺസ് വളരെ കൂടുതലാണ്, അപ്പൊ ഇവിടെ NS എന്ന് പറഞ്ഞാൽ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സെക്കൻഡറിയിലെ വോൾട്ടേജും കൂടുതലായിരിക്കും. അതുകൊണ്ട് VS കൂടുതലാണ്, അപ്പൊ സെക്കൻഡറിയിലെ വോൾട്ടേജ് കൂടുതലാണ്. അതുകൊണ്ട് ഇതൊരു സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ആയി. അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ് എന്തായിരിക്കും, VP എന്തായിരിക്കും, കുറവായിരിക്കും. അങ്ങനെ എനിക്ക് ട്വിസ്റ്റ് വരുന്ന ഒരു കാര്യം പറയട്ടെ. ഇവിടെ കട്ടി കൂടിയ കോപ്പർ വയറാണ്, അതുകൊണ്ട് അവിടെ കറണ്ട് എപ്പോഴും കൂടുതലായിരിക്കും, IP കറണ്ട് കൂടുതലായിരിക്കും. അങ്ങനെ ഇവിടെ മെലിഞ്ഞ വയറാണ്, അതുകൊണ്ട് അവിടെ കറണ്ട് എപ്പോഴും എന്തായിരിക്കും, കുറവായിരിക്കും. ഈ ഒരു കാര്യം ജസ്റ്റ് ഒന്ന് ഓർത്തേക്ക്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് ട്രാൻസ്ഫോമർ ആയാലും അതിന്റെ പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവർ എപ്പോഴും തുല്യമായിരിക്കും. ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഇൻപുട്ട് ഔട്ട്പുട്ട്, പ്രൈമറി സെക്കൻഡറി. പ്രൈമറിയിലെ ടേൺസ് എന്താണ്, കൂടുതലാണ്, അപ്പൊ സെക്കൻഡറിയിലെ ടേൺസ് എന്ത് ചെയ്തു, കുറഞ്ഞു. അതുകൊണ്ട് ഇവിടുത്തെ വോൾട്ടേജ് VP വോൾട്ടേജ് കൂടുതലാണ്, അപ്പൊ സെക്കൻഡറിയിലെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു, കുറവായിരിക്കും. അതുകൊണ്ടാണ് അത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ആയത്. ഇവിടെ നോക്കുക, ടേൺസ് കുറവാണ്, കട്ടി കൂടിയ ടേൺസ് ആണ്, അതുകൊണ്ട് ഇവിടെ കറണ്ട് കൂടുതലാണെന്ന് ഓർത്ത് വയ്ക്കുക. ഇവിടെ എന്തായിരിക്കും, കറണ്ട് കുറവാണെന്ന് ഓർത്ത് വയ്ക്കുക. അപ്പൊ ഏത് ട്രാൻസ്ഫോമർ ആയാലും, സ്റ്റെപ്പ് അപ്പ് ആയാലും സ്റ്റെപ്പ് ഡൗൺ ആയാലും പ്രൈമറിയിലെ പവറും സെക്കൻഡറിയിലെ പവറും എപ്പോഴും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ VS/VP = NS/NP എന്നുള്ള ഇക്വേഷൻ ഓർത്ത് വയ്ക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, എവിടെയാണോ തിക്കായിട്ടുള്ള വയർ അവിടെ കറണ്ട് കൂടുതലായിരിക്കും, എവിടെയാണോ തിന്നായിട്ടുള്ള വയർ അവിടെ കറണ്ട് കുറവായിരിക്കും. കറണ്ട് കുറയുന്ന ഭാഗത്ത് വോൾട്ടേജ് കൂടുതലായിരിക്കും. ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുക, ഓർത്ത് വയ്ക്കുക, പഠിച്ചു വയ്ക്കുക. ഓക്കെ.